പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പല്ലിശല്യം ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കൂലേ? അപ്പം പല്ലിയെ തുരത്താനുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 3 ടിപ്സ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നോക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചുകൂടെ എടുക്കണം. നമുക്കിതിൻ്റെ നീരാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. കൂടുതൽ ആളുകൾക്കും പല്ലിയെ കൊല്ലാനായിട്ടൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലിയെ കൊല്ലേണ്ടി വരില്ല. നമ്മുടെ വീടിനുള്ളിലോട്ട് വരാത്ത വിധത്തിൽ തുരത്തി ഓടിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് കുറച്ചുകൂടെ ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. വലിയ അരിപ്പയാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡെറ്റോളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡെറ്റോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 തുള്ളി മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. പല്ലി, പാറ്റ, പാമ്പ് പോലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല. ഞാനിത് അവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയൊരു മിക്സ് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം കേട്ടോ. പല്ലിയൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്കിത് അങ്ങനെ എടുത്ത് വയ്ക്കാം. പിന്നീട് ഒരു 4-5 ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 5-6 പ്രാവശ്യത്തോളം സ്പ്രേ ചെയ്യാനായിട്ട് ഈ ഒരു മിക്സ് തന്നെ ധാരാളം ഉണ്ടാവും. പിന്നീട് തീരുന്നതിനനുസരിച്ച് നമുക്ക് മിക്സ് തയ്യാറാക്കി സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ മതി. കിച്ചൻ്റെ ജനലുകൾ, അതുപോലെ തന്നെ കബോർഡുകൾ, ഗ്യാസ് വെക്കുന്ന സ്പേസ്, അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ്, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് പല്ലി ഉണ്ടാവാറുള്ളത്. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. ഭക്ഷണങ്ങളൊക്കെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിലേക്കോ അതല്ലെങ്കിൽ കിച്ചണിലെ ഏതെങ്കിലും സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചതിന് ശേഷം കിച്ചണിൽ പല്ലികൾ കൂടുതലായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഈ ഒരു ഭാഗത്തേക്കൊന്നും പല്ലികളൊന്നും വരില്ല. ഇതുപോലെ കിച്ചൺ കബോർഡുകളൊക്കെ അടച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ടൊക്കെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചുമരിൻ്റെ ഈ ഒരു കോർണറിലായിട്ടൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ നമ്മൾ ജനലിലൊക്കെ കർട്ടൻ ഇടുന്ന കാരണം അതിനുള്ളിലൊക്കെ ഇഷ്ടം പോലെ പല്ലികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജനലിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാതിലിൻ്റെ ഇടകളിലൊക്കെ ആയിട്ട് പല്ലികൾ കൂടുതലായിട്ടും കാണാറുണ്ട്. അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി പല്ലി വരാതിരിക്കാനായിട്ടുള്ള വേറൊരു ടിപ്പ് നോക്കാം. ഞാനിതവിടെ മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിൽ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള മുട്ടത്തോടുകളൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ പല്ലിയെ തുരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇതാ മുട്ടത്തോടൊക്കെ ഇതുപോലെ നമ്മുടെ എയർ ഹോളിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് വിക്സാണ്. ഇതിനായിട്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ള വിക്സ് വേണമെന്നൊന്നുമില്ല. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള വിക്സോ അതല്ലെങ്കിൽ മൂവോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താൽ മതി. അപ്പോൾ ആ വിക്സ് ഇതുപോലെ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ കിച്ചൺ കബോർഡുകൾ, അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ കബോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്നും പല്ലികൾ അങ്ങനെ വരില്ല. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു വന്നാൽ നമ്മുടെ വീടിനുള്ളിലേക്ക് അങ്ങനെ പല്ലി, പാറ്റ, പാമ്പ് ഇതുപോലുള്ള ജീവികളൊന്നും വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.